എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. SLC റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി ടെൻഷൻ പോലും വേണ്ട. വിദ്യാർത്ഥികൾക്ക് സന്തോഷം നൽകുന്നൊരു വാർത്തയാണ്. റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇന്ന് രാവിലെ 5:30 ഞാൻ എന്ത് ചെയ്തായിരുന്നു, SLC റിസൾട്ടുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഇട്ടിരുന്നു. അപ്പോൾ ഒരു വിദ്യാർത്ഥി എന്നോട് പറയാണ്, സാർ ടെൻഷൻ കാരണം ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇത്രയും ഉറങ്ങാൻ പോലും പറ്റാത്ത ടെൻഷൻ ആയി അടിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് വീഡിയോയിൽ കൂടെ വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിലെ ഒരവസ്ഥ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 100 പേർ വീഡിയോ കണ്ടാൽ 10 വിദ്യാർത്ഥികൾ പോലും ചാനലൊന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ, അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തും കൂടി എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. SLC പരീക്ഷാഫലം ഇന്ന് വൈകിട്ട് 3 മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പ്രസിദ്ധീകരിക്കും. വൈകുന്നേരം 4 മണി മുതലായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകുമെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. വിദ്യാർത്ഥികൾക്ക് ടെൻഷൻ വേണ്ട. കാരണം എല്ലാ വർഷവും തന്നെ 99 മേലെ വിജയം SLCയിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് മുൻ വർഷത്തെ വിജയശതമാനം നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 5-6 വർഷത്തെ എടുത്താൽ തന്നെയും 99.98 എന്നൊക്കെ പറഞ്ഞ് SLCയിൽ വിജയശതമാനം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ SLCയിൽ കാര്യമായ തോൽവിയൊന്നും എല്ലാ വർഷവും ഉണ്ടാവാറില്ല. ഈ വർഷവും അത് ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഉണ്ടാവില്ല കാരണം വാല്യൂഷൻ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ അധ്യാപകരൊക്കെ പറഞ്ഞത് വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതിയിട്ടുണ്ടെന്ന്, ടെൻഷൻ അടിക്കാത്ത രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്, വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നൊക്കെയാണ് നമുക്ക് വാല്യൂഷൻ ക്യാമ്പിൽ നിന്നും അധ്യാപകരുടെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് ലഭിച്ചത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം റിസൾട്ട് എന്തായാലും വരും. ഞാൻ നിങ്ങളോട് ഒറ്റൊരു കാര്യമേ പറയുന്നുള്ളൂ, ടെൻഷൻ മാറാൻ വേണ്ടി നിങ്ങൾ കുറച്ച് മാർക്ക് പ്രതീക്ഷിക്കുക. ഒരിക്കലും നിങ്ങൾ ഓവർ കോൺഫിഡൻസ് കാണിക്കില്ല. അതായത് എനിക്ക് ഇത്ര A+ കിട്ടുമെന്ന് പറഞ്ഞ് ഒരിക്കലും ഒരു ഓവർ കോൺഫിഡൻസ് എടുക്കാൻ പാടില്ല. നിങ്ങൾ മാർക്ക് കുറച്ച് പ്രതീക്ഷിക്കൂ. അതിന് കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് പ്രതീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടും. അതിൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും, കുറച്ച് പ്രതീക്ഷ ചെയ്യുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പം നിങ്ങളുടെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷം നിങ്ങൾക്ക് വരും. പക്ഷേ അതേസമയം നിങ്ങൾ കൂടുതൽ പ്രതീക്ഷ, എനിക്കൊരു 6-7 A+ കിട്ടും, പക്ഷേ റിസൾട്ട് വരുമ്പോൾ 2-3 A+ ഉള്ളെങ്കിൽ നിങ്ങളുടെ മനസ്സമാധാന നില അവിടെ തകരും. നിങ്ങൾക്ക് പിന്നെ മനസ്സമാധാനം ഉണ്ടാവില്ല. സത്യം അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കൂടുതൽ പ്രതീക്ഷ കഴിഞ്ഞ് നിങ്ങളുടെ റിസൾട്ട് കുറച്ച് മോശമായി പോയി കഴിഞ്ഞാൽ പാസ്സായി, പക്ഷേ എന്നാലും റിസൾട്ട് വലിയ മെച്ചമില്ലാത്ത റിസൾട്ടാണ് വരുന്നതെങ്കിൽ അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെ വിഷമജനകമാകും. നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനാകും. നിങ്ങളുടെ അത് സമാധാനം വരെ ചിലപ്പോൾ ഇല്ലാതായി പോകും. കാരണം സമാധാനം എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രതീക്ഷ, എനിക്ക് അത്രയേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ മനസ്സിനൊരു സ്വൈര്യം കാണിയല്ല. അതുകൊണ്ട് നിങ്ങൾ റിസൾട്ടിനെ എപ്പോഴും കുറച്ച് മാർക്ക് പ്രതീക്ഷിക്കൂ. അതാകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ, നിങ്ങൾ വിചാരിക്കുന്നതിന് കഴിഞ്ഞു അപ്പുറം മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം നിങ്ങളുടെ മനസ്സിൽ വരും. നിങ്ങൾ അതുകൊണ്ട് തന്നെ ടെൻഷൻ അടിക്കാതിരിക്കൂ, പേടിക്കേണ്ട. നിങ്ങൾ ഉറക്കമൊന്നും ഉറച്ച് ഇരിക്കേണ്ട. രാത്രി ഉറങ്ങാത്തവരെല്ലാം പകൽ കടന്ന് ഉറങ്ങിക്കോ. 3 മണിയാകുമ്പോഴത്തേക്ക് എണീറ്റാൽ മതി. 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എണീറ്റാൽ മതി. രാവിലത്തെ ഫുഡ് പല്ലൊക്കെ തേച്ച് ആണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് കടന്നുറങ്ങിക്കോ. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വെറുതെ ഉറക്കം വളച്ചിരുന്ന് വെറുതെ സമയമൊന്നും കളയേണ്ട. അത്രയ്ക്കും വലിയ റിസൾട്ടല്ല SLC റിസൾട്ടിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിൻ്റാണ് ഇത്. SLC റിസൾട്ടിനെയൊക്കെ അധ്യാപകരും നിങ്ങളുടെ നാട്ടുകാരും ഒക്കെ തന്നെ SLC റിസൾട്ടിനെ വലിയ രീതിയിൽ തന്നെയാണ് കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കോപ്പുമില്ലടാ. SLC റിസൾട്ടൊന്നും ഒരു കോപ്പുമല്ല, സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ. അതായത് അവർ പറയും SLC റിസൾട്ട് നിങ്ങളുടെ ടേണിംഗ് പോയിൻ്റാണ്. SLC കിട്ടിക്കഴിഞ്ഞാൽ SLCയിൽ 10 A+ കിട്ടി, ഇനി എന്താണ് വേണ്ടത്, നിങ്ങൾ ലോകം കീഴടക്കി കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ +1 എത്തിക്കഴിയുമ്പോഴാണ്, നിങ്ങൾക്ക് +1 എത്തി ഒരു 3-4 മാസം ക്ലാസ്സൊക്കെ നടന്നു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് SLC എന്ത് ടേണിംഗ് പോയിൻ്റ്. യഥാർത്ഥ ഘട്ടങ്ങൾ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. അതായത് നിങ്ങളുടെ നാട്ടുകാർ, നിങ്ങളുടെ അധ്യാപകരൊക്കെ പറയും SLC നിങ്ങളുടെ ടേണിംഗ് പോയിൻ്റാണ്. ഇത് ജയിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്തു, ലോകം കീഴടക്കി. ഇത് ജയിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്തു, ലോകം വെട്ടിപ്പിടിച്ചു. നിങ്ങൾക്കെല്ലാം നേടിക്കഴിഞ്ഞു, ഇനി ഒന്നും നേടാൻ ബാക്കിയില്ലെന്ന്. പക്ഷേ അതെല്ലാം വെറുതെ പറഞ്ഞതാ, എല്ലാം വെറുതെ പറഞ്ഞതാണ്. കാരണം നിങ്ങൾ +1 എത്തിയൊരു 2-3 മാസം ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ തോന്നും
അന്ന് ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിൻ്റ് അല്ലേ, ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിൻ്റ്. ഇത് ജയിച്ചു കഴിഞ്ഞപ്പോൾ ഞാനെല്ലാം നേടി. പക്ഷേ ഇനിയാണ് കിടക്കുന്നത്. എസ് എൽ സി കഴിഞ്ഞു, ഇനി +2 ഉണ്ട്, ഡിഗ്രി ഉണ്ട്. ഇനിയാണ് നിങ്ങളുടെ മെയിൻ കിടക്കുന്നത്. SLC ഒന്നുകൊണ്ട് മാത്രം ഒന്നുമായില്ല. SLC ഒന്നുകൊണ്ട് ഒന്നുമായില്ല. അതുകൊണ്ട് നിങ്ങൾ SLCനെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ റിലാക്സ് ആയിട്ടിരിക്കൂ, സന്തോഷത്തോടെ ഇരിക്കൂ. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കുറച്ച് മാർക്ക് പ്രതീക്ഷിക്കൂ. അതാകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങളുടെ മനസ്സിന് സന്തോഷമാകും. പക്ഷേ കൂടുതൽ പ്രതീക്ഷിച്ചിട്ട് റിസൾട്ട് മോശമായി പോയി കഴിഞ്ഞാൽ, റിസൾട്ടിന് മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സമാധാന നില വരെ തകരാറാവും. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ദൈവമേ, ഞാൻ അത്രയും പ്രതീക്ഷ, എനിക്ക് മാർക്ക് കുറഞ്ഞു പോയല്ലോ. നിങ്ങളുടെ മനസ്സിന് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ആ ചോദ്യം വന്നുകൊണ്ടിരിക്കുക, ഞാൻ പ്രതീക്ഷിച്ച മാർക്ക് എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് എപ്പോഴും മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. അത് വിട്ടുമാറാതെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് മാർക്ക് പ്രതീക്ഷിക്കൂ. അന്നേരം കൂടുതൽ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിനും സന്തോഷമാകും, നിങ്ങൾക്കും സന്തോഷമാകും. എന്താണ് എല്ലാത്തിനും ഒരു പരിഹാരമാകും. അതുകൊണ്ട് തന്നെ ടെൻഷൻ അടിക്കേണ്ട. സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഇതും കൂടെ വിദ്യാർത്ഥികൾ കേൾക്കണം. 100 വിദ്യാർത്ഥികൾ വീഡിയോ കണ്ടാൽ 10 വിദ്യാർത്ഥികൾ പോലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ, അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയാൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. പിന്നെ നിങ്ങൾക്ക് +1 അലോട്ട്മെൻറ്റ്, +1 +2 കാലഘട്ടത്തിലേക്കുള്ള മുഴുവൻ വാർത്തകൾ, അത് പരീക്ഷ, റിസൾട്ട്, ടൈം ടേബിൾ എന്നിങ്ങനെയുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ എവിടെയും അന്വേഷിച്ച് പോകണ്ട. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണം നിങ്ങൾക്ക് എന്ത് ചെയ്യും, +1 +2 കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കൂടുതലായി ലഭിക്കും. നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ +1 +2 അലോട്ട്മെൻറ്റ് സംബന്ധിച്ചൊക്കെ വരാൻ പോവുകയാണ്. അലോട്ട്മെൻറ്റ് ഇന്ന് റിസൾട്ട് വരുവാണെങ്കിൽ ഇന്നേക്ക് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച, അതിലപ്പുറം പോവില്ല. മാക്സിമം പോയാൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച, അതിലപ്പുറം ഒന്നും പോവുകയില്ല. അതിന് മുമ്പ് അലോട്ട്മെൻറ്റ് തുടങ്ങും. നിങ്ങൾക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ തുടങ്ങും. എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്കും കൂടി ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. പുതിയ വീഡിയോയിൽ കാണുന്നവരെല്ലാ ഫ്രണ്ട്സിനും ബൈ.